പ്രിയ വിദ്യാർത്ഥികളെ നമസ്കാരം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് ബി എ എക്കണോമിക്സിലെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പാർട്ടാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അപ്പോൾ BSCC 132 എന്ന കോഴ്സ് കോഡിലുള്ള വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു സെഷനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിൽ സെല്ലിംഗ് കോസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. സെല്ലിംഗ് കോസ്റ്റ് എന്താണ്? സെല്ലിംഗ് കോസ്റ്റ് പ്രധാനമായിട്ടും സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്ത് നിന്നും ചിലവഴിക്കേണ്ടി വരുന്ന കോസ്റ്റാണ്. അതായത് പ്രൊഡക്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴേക്കും ദീസ് കോസ്റ്റ് ആർ ഇൻകേർഡ് ഇൻ ഓർഡർ ടു അൾട്ടർ ദ പൊസിഷൻ ഓർ ദ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഫോർ ദ പ്രോഡക്റ്റ്. ഇതാണ് ചേംബർലൈൻ പറഞ്ഞിരിക്കുന്നത്. ചേംബർലൈനെയാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പിക്ചർ. അദ്ദേഹം ഒരു അമേരിക്കൻ എക്കോണമിസ്റ്റാണ്. അദ്ദേഹമാണ് ദ തിയറി ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നുള്ള ഒരു ടെക്സ്റ്റ് അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. അപ്പോൾ അതിനോടനുബന്ധിച്ച് വരുന്നതാണ് സെല്ലിംഗ് കോസ്റ്റ്. ഓക്കെ, ദെൻ യു സീ സെല്ലിംഗ് കോസ്റ്റ്. It play a key role in monopolistic competition and oligopoly. Under these market forms, the firms have to compete to promote their sale by spending on advertisement and publicity. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സെല്ലിംഗ് കോസ്റ്റ് തൻ്റെ പ്രോഡക്റ്റിൻ്റെ ആ ഒരു പ്രചാരത ഉണ്ടാക്കുന്നതിനും പ്രോഡക്റ്റ് കൂടുതൽ വിറ്റഴിക്കുന്നതിനും വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയും പബ്ലിസിറ്റിക്കും വേണ്ടിയും മുടക്കുന്ന ചിലവ്, അതാണ് ആ തുകയിലുണ്ടാവുന്ന ചിലവാണ് സെല്ലിംഗ് കോസ്റ്റ്. മോറോവർ പ്രൊഡ്യൂസർ ഹാസ് നോട്ട് ടു ഡിസൈഡ് അബൌട്ട് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഓൺലി. ഹി ആൾസോ കീപ്സ് ഇൻ വ്യൂ ഹൗ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. അതായത് പ്രൈസ് ഫിക്സ് ചെയ്യുക, ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുക, അതിനോടൊപ്പം തന്നെ അയാളുടെ ചിന്ത എന്തിലുണ്ട്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നൊരു ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരിക്കും. ദ കോസ്റ്റ് ഓൺ അഡ്വർടൈസ്മെൻറ്റ്, പബ്ലിസിറ്റി ആൻഡ് സെയിൽസ്മാൻഷിപ്പ് add the cost or supply curve of the product while so contributing to rise in its demand. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി വരുന്ന ചിലവ് അതൊരു കോസ്റ്റ് അല്ലേ. പബ്ലിസിറ്റിക്ക്, സെയിൽസ്മാൻഷിപ്പ്, ഇതിൻ്റെ പിന്നിലൊക്കെ ചിലവുണ്ടാകും. ഇവയെല്ലാം തന്നെ കോസ്റ്റ് വർദ്ധിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ സപ്ലൈ കർവ് വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റൈസ് ഇൻ ഡിമാൻഡ് എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ ഡിമാൻഡ് റൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനാനുപാതികമായിട്ട് സപ്ലൈ വർദ്ധിപ്പിക്കുവാനും പ്രൊഡ്യൂസർ ശ്രദ്ധിക്കും. അപ്പോൾ അത് ആളുകളുടെ ഇടയിലേക്ക് പ്രചാരതയും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കുന്നതിനും കൂടുതൽ ആകർഷണീയമാകുന്ന രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ്, പബ്ലിസിറ്റി, സെയിൽസ്മാൻഷിപ്പ് ഇവയെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ മേലുണ്ടാകുന്ന ചിലവാണ് സെല്ലിംഗ് കോസ്റ്റ്. ഓക്കെ, ഇൻ സെല്ലിംഗ് കോസ്റ്റ് വി ഇൻക്ലൂഡ് ദ സാലറീസ് ഓഫ് സെയിൽസ് പേഴ്സൺസ്, ഇൻസെൻറ്റീവ്സ് ടു റീറ്റെയിലേഴ്സ് ടു ഡിസ്പ്ലേ ദ പ്രോഡക്റ്റ്. അപ്പോൾ സെല്ലിംഗ് കോസ്റ്റിൽ സെയിൽസ് പേഴ്സൺ, അതായത് സ്റ്റാഫായിട്ട് നിൽക്കുന്ന സെയിൽസ് സ്റ്റാഫായിട്ടുള്ള ആൾക്കാരുടെ സാലറീസ് വരും, റീറ്റെയിലേഴ്സിലുള്ളവരുടെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ മാത്രമല്ല അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളതിനുപരിയായിട്ട് ഇത്തരത്തിലുള്ള ചിലവുകളും ഉണ്ടാവാം. ഇറ്റ് വാസ് ചേംബർലൈൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദി അനാലിസിസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് ഡിസ്റ്റിങ്വിഷ്ഡ് ഇറ്റ് ഫ്രം ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. പ്രൊഡക്ഷൻ കോസ്റ്റും സെല്ലിംഗ് കോസ്റ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം അതാദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന അദ്ദേഹം ആരാണ്? ചേംബർലൈൻ. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്ലൂഡ് ആൾ ദോസ് എക്സ്പെൻസ് വിച്ച് ആർ സ്പെൻഡ് ഓൺ ദ മാനുഫാക്ചറിങ് ഓഫ് ദി കമ്മോഡിറ്റി. മാനുഫാക്ചറിങ് ടൈമിന് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചറാണ്. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഹാൻഡ്ലിംഗ് ഉണ്ടാവും, സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഡെലിവറി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സ്റ്റോറിങ് എക്സ്പെൻസ്, delivering expense of commodity to actual customers because these add utilities to a commodity. On the other hand, all selling costs include the expenditures in order to raise the demand for a commodity. ഓക്കെ, വ്യത്യാസം മനസ്സിലായല്ലോ. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചറാണ് സെല്ലിംഗ് കോസ്റ്റ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ആ സൈഡിൽ ഉണ്ടാവുന്ന കുറേ ചിലവുകളുണ്ടാവും. അത് സ്റ്റോർ ചെയ്യുക, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ വരും. ഇതെല്ലാം പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഭാഗമാണ് എന്ന് പറയാം. സോ ഇൻ ഷോർട്ട്, സെല്ലിംഗ് കോസ്റ്റ് ആർ ദോസ് വിച്ച് ആർ മെയ്ഡ് ടു ക്രിയേറ്റ് ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഷുഡ് നോട്ട് ബി
included in selling cost. Rather, these should be included in the production cost. Okay. Transport cost actually do not increase the demand. It only help in meeting the demand of the consumers. So in general, those costs which are made to adopt the product to the demand are cost of production. Those made to adopt the demand to produce are cost of selling. ഓക്കെ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അതായത് ചില ചിലവുകൾ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിന് ഉണ്ടാവാം. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്ന വേളയിലുള്ളതാണ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. എന്നാൽ ഡിമാൻഡ് സെല്ലിംഗ് സൈഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുക. So the concept of selling cost that is based on the assumptions like buyers do not have any perfect knowledge about the different types of the product. Then again buyers demand and taste can be changed. ഇതാണ് അതിലുള്ള assumptions. While production costs include outlays incurred in services engaged in manufacturing of the product like land, labor and capital etc., the selling cost include all the costs incurred to change the consumer's preference from one product to another. These raise the demand of a product at any given price. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലവുകൾ പ്രധാനമായിട്ടും സർവീസസ് എൻഗേജ് ഇൻ മാനുഫാക്ചറിങ് ദ പ്രോഡക്റ്റ് മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടുന്ന സേവനങ്ങൾ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇതിനൊക്കെ ഉണ്ടാവുന്ന ചിലവ്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും കോസ്റ്റ് ഇൻകേർഡ് ടു ചേഞ്ച് ദ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് ഫ്രം വൺ പ്രോഡക്റ്റ് ടു അനദർ. സോ ദിസ് റൈസ് ദ ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് അറ്റ് എനി ഗിവൺ പ്രൈസ്. പ്രൊഡക്ഷൻ കോസ്റ്റ് ഇറ്റ് ക്രിയേറ്റ് ദ യൂട്ടിലിറ്റീസ് ഇൻ ഓർഡർ that demands may be satisfied, while selling cost create and shift the demand curve themselves. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെല്ലിംഗ് കോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ അനദർ പാർട്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി ആൻഡ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. ഇവ തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. ഇവയിലെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയിലേക്ക് നോക്കുമ്പോഴേക്കും എല്ലാ ഡിഫറൻസസ് എന്തെല്ലാമാണ്, അതിൻ്റെ ബിഹേവിയറൽ, സ്ട്രക്ചറൽ പാറ്റേൺ, അതുപോലെ സപ്ലൈ കർവ്, ദെൻ ഒപ്റ്റിമം കപ്പാസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ കുറേ അധികം വ്യത്യാസങ്ങളുണ്ടാവാം. അപ്പോൾ നമുക്ക് നോക്കാം മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. We know that it is a market structure in which there are many firms selling closely related commodities. Its assumptions are large number of buyers and sellers, differentiated product, free entry and exit, aim of the firm is profit maximization, product differentiation, exit, which can be real or artificial. Its effect is that the firm has some degree of price making power. Then under monopolistic competition, in the short run, firm maximizes profit where MR is equal to MC and MC curve intersects MR curve from below. In the long run, due to free entry and exit of firms, firm earns normal profit and thereby economic profits are zero. So what are the comparative study analysis which depicts? First one, structural differences. Under perfect competition, there are innumerable numbers of firms who produce homogeneous product. Each firm in the market is so small that it cannot exert any influence on price and output. Each firm thus behaves as a price taker. Then under monopolistic competition, there is a quite large number of sellers who sell slightly different product. Product differentiation enables a firm to exercise some power over price and output. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് ഫോംസ് ഉണ്ട്, ഹോമോജീനിയസ് പ്രോഡക്റ്റാണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ക്വൈറ്റ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ബയേഴ്സും ഉണ്ടെങ്കിലും പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്നതാണ് അവിടുത്തെ പ്രത്യേകത. സോ ദിസ് മീൻസ് ദാറ്റ് സെല്ലേഴ്സ് ബിഹേവ് ആസ് എ പ്രൈസ് മേക്കേഴ്സ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ടേക്കർ ആണെങ്കിൽ ഇവിടെ പ്രൈസ് മേക്കേഴ്സാണ്. ദെൻ ഹൗവർ എ മോണോപ്പൊളി സെല്ലർ ഹാസ് ഫുൾ കൺട്രോൾ ഓവർ ഇറ്റ്സ് പ്രൈസ് ഔട്ട്പുട്ട് ഡിസിഷൻസ്. Then there is complete freedom of entry and exit of firms, both in perfect competition and in monopolistic competition. So this condition is true during long period only.
അപ്പോൾ ലോങ് പീരീഡിലാണ് ഈ പറഞ്ഞ സത്യാവസ്ഥ നടപ്പിലാകുന്നത്, ഈ പറഞ്ഞൊരു കാര്യം. ഷോർട്ട് പീരീഡിൽ അത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. സോ ദ കണ്ടീഷൻ ഈസ് ട്രൂ ഡ്യൂറിങ് ദ ലോങ് പീരീഡ് ഓൺലി. ഇൻ ദ ഷോർട്ട് റൺ, എൻട്രി ഓർ എക്സിറ്റ്, it is ruled out in both these market forms. But a monopoly business is characterized by the absence of a rival seller. Entry of new firms is either legally prohibited in monopoly or may not be financially feasible. രണ്ടാമത്തെ കേസ് അതിൻ്റെ ആ ഒരു ബിഹേവിയറൽ ഡിഫറൻസസ് ആണ്. പ്രൈസ് ടേക്കറാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ. ഡിമാൻഡ് കർവ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ്. പ്രൈസ് ഫിക്സഡ് ആണ്. AR കർവ് MR കർവുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരും. ഒരു മൊണോപ്പൊളി ഫേമിന് ഫേസ് ചെയ്യേണ്ടത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ഡിമാൻഡ് കർവാണ്. എന്തുകൊണ്ടെന്നാൽ ഇറ്റ് ക്യാൻ ഹാവ് എ പെർസെപ്റ്റബിൾ ഇൻഫ്ലുവൻസ് ഓവർ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. Consequently, MR curve is also negative sloping and lies below the AR curve. And this is true under monopolistic competition. The only difference between monopoly and monopolistic competition is that the demand curve faced by a monopolistically competitive seller is relatively more elastic. Since price is fixed for a competitive firm, it has only to undertake output decisions. Further, products sold by competitive firms are perfect substitutes. Because of complete product homogeneity, no firm finds any incentive to spend money on any kind of sales promotional activity. കോമ്പറ്റേറ്റീവ് ഫേംസിൻ്റെ പ്രൈസ് ഫിക്സഡ് ആയിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഔട്ട്പുട്ട് ഡിസിഷൻസിനെ ഒന്നും തന്നെ അവർക്ക് സ്വാധീനിക്കാനൊന്നും പറ്റില്ല. പ്രോഡക്റ്റ് അവിടെ കോമ്പറ്റേറ്റീവ് ഫേമിൽ പ്രോഡക്റ്റ് വിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എന്തുണ്ടായിരിക്കും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എവിടെയാണ് ഉണ്ടാവുക? മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. അതിൻ്റെ കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഹോമോജിനിറ്റി എന്നുള്ളതുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ട് സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റി ഒന്നും തന്നെ നടത്താനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. നല്ലൊരു മൊണോപ്പൊളി ഫേം എന്ന് പറയുമ്പോഴേക്കും അവർ മനസ്സിലാക്കുന്നത് അവർക്ക് റൈവൽ സെല്ലർ ഉണ്ടാകും. ഒരു മൊണോപ്പൊളിസ്റ്റിക്കലി കോമ്പറ്റേറ്റീവ് സെല്ലർ എന്ന് പറയുമ്പോഴേക്കും സം സോർട്ട് ഓഫ് സെല്ലിംഗ് കോസ്റ്റ് ഇൻകർ ചെയ്യേണ്ടി വരും. ഇത് അവർക്ക് കൂടുതൽ പ്രോഡക്റ്റിനെ കുറിച്ച്, പ്രോഡക്റ്റിന് എതിരാളിയായിട്ട് നിൽക്കുന്നവരെ കുറിച്ച്, അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അതെല്ലാം തന്നെ അറിവ് ലഭ്യമാകുന്നതിന് ഇവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മാർക്കറ്റിലേക്ക് നോക്കുമ്പോഴും സെല്ലേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് പ്രൈസ് ഔട്ട്പുട്ട് പോളിസിയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ബട്ട് ആൾ സെല്ലേഴ്സ് ഓഫ് ആൾ മാർക്കറ്റ് ഫോംസ് ഫോളോ വൺ ബേസിക് പ്രിൻസിപ്പിൾ. ആ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ദ ഇക്വാലിറ്റി ബിറ്റ്വീൻ MC ആൻഡ് MR. അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, സിൻസ് AR ഈസ് ഈക്വൽ ടു MR, ദെൻ MC ഈസ് ഈക്വൽ ടു MR ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു പ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ. But in monopolistic competition, this behavioral rule is slightly altered. That is to MC is equal to MR is less than AR is equal to P, since these two markets AR greater than MR. Okay. So these are something about the differences of perfect competition, monopoly and monopolistic competition. Okay. Thank you.